ഏതായാലും എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അല്ല, ഞാൻ അതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഏതായാലും എന്നെ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ചു പോകാനുള്ളതാണല്ലോ നമ്മുടെ സമീപനം. കേരള രാഷ്ട്രീയത്തിലേക്കാണ് NSS നേതൃത്വവും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകുകയാണ്. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ് NSS. വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇതോടെ അവസാനമാകുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. കുറേ നാളുകളായി NSS പരിപാടികളിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. 2013 കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം. ഉമ്മൻചാണ്ടി സർക്കാരിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് വലിയ വിവാദമായത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം അതിന് വഴങ്ങിയില്ല. വിവാദമായതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അന്ന് തള്ളിപ്പറയേണ്ടി വന്നു. ഇതാണ് ചെന്നിത്തല NSS അകൽച്ചയിലേക്ക് നയിച്ചത്. പെരുന്നയിലെ വേദി കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആര് നയിക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് ഇപ്പോഴത്തെ മഞ്ഞുരുകൽ എന്നതും വളരെ ശ്രദ്ധേയമാണ്. കോട്ടയത്ത് നിന്ന് ജോസി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 11 വർഷത്തെ പിണക്കം അവസാനിച്ചിരിക്കുന്നു. പെരുന്നയിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ജനുവരി 2 നടക്കുന്ന മന്നം ജയന്തി ആഘോഷങ്ങളിൽ രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷകനായി പങ്കെടുക്കും. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നേരിട്ട് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നു. നമുക്കറിയാം, 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നൽകണമെന്ന വിവാദമായ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് രമേശ് ചെന്നിത്തലയും NSS തമ്മിൽ അകലാൻ കാരണം. ഭൂരിപക്ഷ സമുദായാംഗമായ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന രമേശ് ചെന്നിത്തലയും കോൺഗ്രസും പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും അകന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ വിവിധ പൊതുസമ്മേളനങ്ങളും NSSന്റെ മന്നം ജയന്തി ആഘോഷങ്ങളും അടക്കം NSS ആസ്ഥാനത്ത് നടന്നു. അപ്പോഴൊന്നും ഒരിക്കൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ മന്നം ജയന്തി ആഘോഷങ്ങളിൽ ശശി തരൂർ അടക്കം പങ്കെടുത്തിരുന്നു. മറ്റ് കോൺഗ്രസ് നേതാക്കളും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളൊക്കെയും മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തപ്പോൾ പിന്നീട് കഴിഞ്ഞ 11 വർഷം ഒരിക്കൽ പോലും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പിണക്കം മാറിയിരിക്കുന്നു, മഞ്ഞുരുകിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുകയാണ് NSS നേതൃത്വം. സ്വാഭാവികമായും NSS ഇനി തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകളിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പിന്തുണച്ച് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പുനഃസംഘടനാ ചർച്ചകൾ സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരസ്യ നിലപാട് NSS നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. സമദൂരം എന്ന് പറയപ്പോഴും എപ്പോഴും UDFന്റെ ഒരു വോട്ട് ബാങ്കാണ് NSS എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള NSS നേതൃത്വത്തിന്റെ നിലപാട് കോൺഗ്രസിനും അതോടൊപ്പം UDFനും വ്യക്തമായ ഒരു സൂചന നൽകുകയാണ്. അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുമ്പോൾ VD സതീശനുമായി വളരെ അകലിച്ചിലാണ് NSS നേതൃത്വം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള സമുദായാംഗങ്ങളായ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന നേതാക്കൾക്കാർക്കും ഈ മന്നം ജയന്തി ആഘോഷങ്ങളിൽ ക്ഷണമില്ല എന്നതും എടുത്തു വായിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ പിണക്കം മാറിയുള്ള ഈ ക്ഷണത്തെ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. എല്ലാവരോടും സ്നേഹത്തോടെ സമീപനത്തോടെ കൂടെ പോകുന്നൊരു നയമാണ് തനിക്കുള്ളതെന്നും ഈ വിവാദ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പിണക്കം സംബന്ധിച്ചുള്ളൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് താൻ കടക്കുന്നില്ല, വിളിച്ചതിന് നന്ദിയെന്നും രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോഴുള്ള ഈ ക്ഷണം തുടർ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രത്യേകിച്ച് UDFന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഈ ക്ഷണം വളരെയേറെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ അത് വലിയ ഇടപെടൽ ഈ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുമെന്നത് കാര്യത്തിൽ തർക്കമില്ല.